അങ്ങോട്ട് നോക്കി. സിനിമ ഈ സ്ട്രഗിളിൻ്റെ എപ്പോഴും നമ്മൾ ഈ കാസ്റ്റിംഗ് കൗച്ചിങ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. അതിലിപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ സിനിമയിൽ നിലനിൽക്കുന്നു. അത് ഞാൻ ഇടയ്ക്ക് ചോദിക്കണം എന്ന് വിചാരിച്ച കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. ഞാൻ ഇതിനെ പറ്റിയിട്ട് വേറെ എവിടെയും തുറന്ന് സംസാരിച്ചിട്ടില്ല. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. ഒരു ചില്ലിട്ട റൂമായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ള ഓഡിഷൻ ചെയ്യാ. പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. ഒരു അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നു. പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇയാൾ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ നിന്ന് പിടിച്ചു. അപ്പൊ അയാള് പിടിച്ചപ്പോ എനിക്കിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്. എനിക്ക് മാളവിക ഇപ്പൊ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാളവികനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുവാര്യരുടെ മോളായിട്ടായിരിക്കും. മാളവിക ഒന്നും അറിയണ്ട, അമ്മ അനിയത്തിന് പുറത്തിരുന്നോട്ടെ, ഒരു 10 മിനിറ്റ് മാളവിക ഒന്ന് ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് ഞാൻ കരയാൻ തുടങ്ങി, വരയ്ക്കാൻ തുടങ്ങി. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ഞാൻ ഒന്നും നോക്കാതെ ഈ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞു ഓടിയിട്ടുണ്ട്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്റെ കൂടെ കിടന്നാൽ നിനക്ക് സിനിമയിൽ അവസരം തരാം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാമോ?